forever because Hark! Now hear the angels sing, a king was born today, and man will live forever because it's Christmas Day. Mary's boy child, Jesus Christ, was born on the Christmas day. Ever since the first Christmas, that is 2000 years ago, this would be the most unique Christmas. Why? Because people are having different mentalities, different priorities, and there is a breath holding weight for a miracle to happen. But definitely, the message of Christmas remains same. That is, Jesus Christ is our Savior. Like it happened more than 2000 years ago, may it happen again. Let's all wait for the miracle. കുറേ നാൾ മുന്നേ പള്ളിയിൽ ഒരു തമാശ പറഞ്ഞത്, ഈ തണുപ്പത്ത് ക്രിസ്മസ് കാരലൊക്കെ വേണോ? നമുക്ക് ടി വിയിലോ ഫോണിലോ ചെയ്താൽ പോരെ. അന്നതൊരു തമാശയായിരുന്നെങ്കിലും ഇന്നതൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങളെ കാണുന്ന ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് ഈ ക്രിസ്മസ് ഈവിലേക്ക് ഹാർദകമായി സ്വാഗതം. Before we kickstart our first ever virtual Christmas Eve program, let us begin by a word of prayer which has kept us all together for this entire year. May I request Reverend Father Lijo Joseph, our beloved vicar, for a word of prayer. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്ദനം പരിപാലിക്കുന്നവർ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നിസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളാണ് ഞങ്ങളോട് കരുണ ചെയ്യുന്ന മനുഷ്യരാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുശുദ്ധം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബാറക്കുമോർ. അമ്മാനുവേലേ, ദൈവമായ നീ മനുഷ്യനായി തീർന്ന് ബേത്ലഹേമിൽ ജനിക്കുകയും നിന്റെ രാജ്യത്വത്തിൻ്റെയും ദൈവത്വത്തിൻ്റെയും കഷ്ടാനുഭവത്തിൻ്റെയും ലക്ഷ്യമായി മഗൂശന്മാരിൽ നിന്ന് സ്വർണവും കുന്തിരുക്കവും മൂരും കാഴ്ച കൈക്കൊള്ളുകയും ചെയ്ത സകലത്തിൻ്റെയും ഉടയവനെ, ഞങ്ങളുടെ വർഗത്തിനു വേണ്ടി നിന്റെ മഹിമയെ താഴ്ത്തുകയും ഞങ്ങളെ നിന്നെപ്പോലെ ആക്കുവാനായിട്ട് നീ ഞങ്ങളെപ്പോലെ ആയിത്തീരുകയും ചെയ്തതിനാൽ നിനക്ക് സ്തുതി.
കർത്താവേ, ജീവൻ നിറഞ്ഞിരിക്കുന്ന നിന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് ഞങ്ങളുടെ ദാരിദ്ര്യത്തെ തീർപ്പാൻ വേണ്ടി മനുഷ്യാവതാരത്തിലേക്ക് നീ വന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരുണയാൽ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. നിന്റെ കൃപകൾക്ക് വേണ്ടി ഇടവരാതെ നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മശിഹാ തമ്പുരാനെ, നിന്റെ മനുഷ്യാവതാരത്താൽ നീ ഞങ്ങളുടെ വർഗത്തെ രക്ഷിക്കുകയും ഞങ്ങളെ നിന്റെ പിതാവിൻ്റെ മക്കളും നിനക്ക് സഹോദരങ്ങളുമാക്കി തീർക്കുകയും ചെയ്തുവല്ലോ. മേലിൽ നിന്നുള്ള നിന്റെ ഉദയവും മറിയാമിൽ നിന്നുള്ള ജനനവും വാഴ്ത്തപ്പെട്ടതാകുന്നു. ആദ്യന്തമില്ലാത്ത പുത്ര, നിനക്ക് സ്തുതിയോഗ്യമാകുന്നു. ഹോശോ വബകുല സുബാൻ ലവൽ മീൻ. Thank you, Achin, for leading us with this prayer to start this evening. There was a song that we all learned in Sunday school. It read as, "The grand old book, the grand old book. You will find all the comfort wherever you may look." For the comfort that we all are waiting for and the peace of mind, let us dwell upon God's word for a few minutes. Now they were in the same country, shepherds living out in the fields, keeping watch over their flock by night. And behold, an angel of the Lord stood before them, and the glory of the Lord shone around them, and they were greatly afraid. Then the angel said to them, "Do not be afraid, for behold, I bring you good tidings of great joy, which will be to all people. For there is born to you this day in the city of David a Saviour, who is Christ the Lord. And this will be the sign to you. You will find a babe wrapped in swaddling clothes, lying in a manger." And suddenly there was with the angel a multitude of the heavenly host, praising God and saying, "Glory to God in the highest, and on earth peace, goodwill towards men." So it was when the angels has gone away from them into heaven that the shepherds said to one another, "Let us now go to Bethlehem and see this thing that has come to pass, which the Lord has made known to us." And they came with haste and found Mary and Joseph and the babe lying in a manger. Now when they had seen him, they made widely known the saying which was told them concerning this child. And all those who heard it marveled at those things which were told them by the shepherds. But Mary kept all these things and pondered them in her heart. Then the shepherds returned, glorifying and praising God for all things that they had heard and seen, as it was told to them. The Comforter, the Peace Giver, the Bible at all times. Thank you, Kessia and Matthew, for reading the scripture for us. May I now request the Secretary of our church, P.K. Kurian Uncle, to welcome all of us for today's program. Good evening to all. അഭിവന്യ ഇടവക മെത്രാപ്പൊലീത്ത ഡോക്ടർ എബ്രഹാം മാർ സറാഫിം തിരുമേനി, ബാംഗ്ലൂർ ഭദ്രാസന ഡയോസിസൻ സെക്രട്ടറി റവറൻ ഫാദർ സന്തോഷ് സാമുവലച്ചൻ, നമ്മുടെ പ്രിയപ്പെട്ട വികാരി റവറൻ ഫാദർ ലിജോ ജോസഫ് അച്ചൻ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവരെയും ഈ ക്രിസ്മസ് ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. For unto you is born this day in the city of David a Saviour, which is Christ the Lord. സെയിൻറ്റ് ലൂക്കിൻ്റെ 2:11 വേഴ്സ് ആണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. നാം എല്ലാവരും ആ സുദിനത്തിനായി നോക്കി പാർത്തിരിക്കുകയാണ്. അതായത് ക്രിസ്മസിനും തന്നെ നമ്മുടെ രക്ഷകൻ്റെ ജനനത്തിനു വേണ്ടി മനുഷ്യരാശി മുഴുവനും ആകാംക്ഷയോടെ നോക്കി പാർത്തിരിക്കുകയായിരുന്നല്ലോ. ആദിമപിതാക്കന്മാരായ ആദാമിൻ്റെയും ഹവ്വായുടെയും മൂലമുണ്ടായ പാപം സ്വർഗരാജ്യം നമുക്ക് നഷ്ടപ്പെടുന്നതിനിടയായി. മനുഷ്യവർഗത്തെ ആ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനു വേണ്ടി, സ്വർഗരാജ്യം വീണ്ടെടുക്കുന്നതിനു വേണ്ടിയും
ഒരു രക്ഷകൻ്റെ ജനനമുണ്ടാകുമെന്ന് പ്രവാചകന്മാരാൽ പ്രവചിക്കപ്പെട്ടിരുന്നു. ആൻഡ് ഹി ഷാൽ ബ്രിങ് ഫോർത്ത് എ സൺ ആൻഡ് thou shalt call his name Jesus, for he shall save his people from their sins. സെയിൻറ്റ് മാത്യു 11:21. ആട്ടിടയന്മാരും മാലാഖമാരും പോയി ഹല്ലേലൂയ സ്തുതി പാടി സ്തുതിച്ച ആ ഉണ്ണിയേശുവിനെ നമുക്കും സ്തുതികീർത്തനങ്ങൾ പാടി സ്തുതിക്കാം. അതാണല്ലോ ഈ ക്രിസ്മസ് ദിനത്തിൻ്റെ പ്രാധാന്യം. ഗ്ലോറി ടു ഗോഡ് ദ ഹയസ്റ്റ് ആൻഡ് ഓൺ എർത്ത് പീസ് ഗുഡ് വിൽ ടുവേർഡ് മെൻ. കഴിഞ്ഞ പാഷൻ വീക്ക്, അതായത് ഒരു വർഷം ആയിട്ട് ഏകദേശം, ഈസ്റ്റർ സമയം മുതൽ നാം COVID-19 എന്ന ഒരു പ്രതിസന്ധിയിലാകപ്പെട്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പാഷൻ വീക്ക്, ഈസ്റ്റർ സർവീസ് എല്ലാം വളരെ പരിമിതമായ രീതിയിലാണ് നാം കഴിഞ്ഞ ഈ വർഷം സെലിബ്രേറ്റ് ചെയ്തത്. കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് പല കാര്യങ്ങളും നമ്മുടെ ശുശ്രൂഷകളെല്ലാം നടത്തുകയുണ്ടായത്. അതിനുശേഷവും റെഗുലറായിട്ടുള്ള സൺഡേ സർവീസും വിശുദ്ധ കുർബാനകൾ ഉൾപ്പെടെ പെരുന്നാൾ ഉൾപ്പെടെയുള്ള എല്ലാ ശുശ്രൂഷകളും വളരെ ലളിതമായി മാത്രമേ നമുക്ക് നടക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ഏതാണ്ട് ആ സാഹചര്യം തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് മാത്രമേ ഈ ക്രിസ്മസ് ശുശ്രൂഷകൾ നടത്തുന്നതിനും സാധിക്കുകയുള്ളൂ. നമ്മുടെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങൾ വളരെ ലഘൂകരിക്കാനും ഈ വർഷം നടക്കുന്നത് എന്നുള്ള കാര്യം നാം എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. കാരൽ സിംഗിങ് പാർട്ടി വീടുകളിൽ വന്ന് ക്രിസ്മസ് മെസ്സേജ് അറിയിക്കുന്നതിന് ഈ വർഷം നമുക്ക് സാധിക്കുന്നില്ല. മറ്റു പള്ളിയിലെ ശുശ്രൂഷകൾ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് മാത്രമായിരിക്കും ഈ വർഷം നമ്മൾ നടത്തുന്നത്. എല്ലാ പ്രയാസങ്ങളും മാറി പഴയതുപോലെയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുവാൻ നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളട്ടെ. ഈ ക്രിസ്മസ് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമ്മുടെ ഇടവക മെത്രാപ്പോലീത്ത ഹിസ് ഗ്രേസ് ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം തിരുമേനി ഏത് കാര്യങ്ങൾക്കും നമ്മുടെ പള്ളിയിലെയും ഇടവകളിലെ കാര്യങ്ങൾക്ക് തിരുമേനി എപ്പോഴും ആഗതനാകുന്നു. നമ്മളെ വളരെയധികം സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന തിരുമേനിയെ നമുക്ക് യാദൃശ്ചികമായിട്ടാണെങ്കിലും ഈ ക്രിസ്മസ് സുദിനത്തിൽ ഒരു ബ്ലെസ്സിങ് സന്ദേശം നൽകി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതിൽ നാം തിരുമേനിയോടുള്ള കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തുന്നതോടൊപ്പം തിരുമേനിയെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് നമുക്ക് പ്രധാനമായിട്ടുള്ള ക്രിസ്മസ് മെസ്സേജ് തരുന്നത് ബാംഗ്ലൂർ ഭദ്രാസന ഡയോസിസൺ സെക്രട്ടറി റവറൻഡ് ഫാദർ സന്തോഷ് സാമുവൽ അച്ഛനാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ മുൻ വികാരിയാണ്. ഈ ഇടവകയിലെ എല്ലാ മെമ്പേഴ്സിനും അച്ഛനെ നല്ലപോലെ അറിയാം. ആ അച്ഛൻ നമുക്ക് ഒരു ക്രിസ്മസ് മെസ്സേജ് തന്ന് ഈ വർഷം അനുഗ്രഹിച്ചിരിക്കുന്നതിൽ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നതോടൊപ്പം അച്ഛനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമ്മുടെ ഇടവക വികാരി പ്രിയപ്പെട്ട ലിജോ ജോസഫ് അച്ഛനാണ്. അച്ഛൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചിട്ടയോടും കൃത്യനിഷ്ഠയോടും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വികാരി അച്ഛനാണ്. നമ്മളെല്ലാം സ്നേഹിക്കുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന അച്ഛനെ കൂടുതലായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അച്ഛനെ നല്ലപോലെ അറിയാം. നമ്മുടെ ഈ പ്രോഗ്രാമിന് ഇന്നത്തെ അധ്യക്ഷത വഹിച്ച് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അച്ഛനാണ്. അച്ഛനെയും ഹാർദവമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പ്രധാനമായിട്ടുള്ള ഫാക്ട് നമ്മുടെ സ്പിരിച്വൽ ഓർഗനൈസേഷൻസിൻ്റെ മെമ്പേഴ്സാണ്. ഈ പ്രോഗ്രാം കാഴ്ചവെക്കുന്നത് നമ്മുടെ സ്പിരിച്വൽ ഓർഗനൈസേഷൻസ് മാത്രമാണ്. പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ, ടൈനി ടോട്ട്സ് ആൻഡ് ദെയർ ടീച്ചേഴ്സ് അവരുടെ പ്രയത്നഫലമായിട്ട് പല പ്രോഗ്രാമും നമ്മുടെ കൊച്ചു പിള്ളേർ ഈ പ്രോഗ്രാമിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെയും ടീച്ചേഴ്സിനെയും നന്ദിയോടെ ഓർക്കുകയും അവരെ ഈ പ്രോഗ്രാമിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ സെൻറ്റ് മേരീസ് ലീഗ് മെമ്പേഴ്സ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവരുടെ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ പല പ്രോഗ്രാമും പല മ്യൂസിക് ഇതിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. സെൻറ്റ് മേരീസ് ലീഗ് അംഗങ്ങളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെ പ്രത്യേകിച്ച് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
നമ്മുടെ യൂത്ത് മെമ്പേഴ്സ് നമ്മുടെ ഒരു പ്രധാന ഘടകമാണ്. പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും ഈ വർഷമാണെങ്കിൽ നമുക്ക് കാരൽ സിംഗിങ് പാർട്ടി പുറത്തു പോകുവാൻ സാധിക്കുന്നില്ല. നമ്മുടെ യൂത്ത് മെമ്പേഴ്സാണ് എല്ലാ വർഷവും അതിന് പൊയ്ക്കൊണ്ടിരുന്നത്. ഈ വർഷം അവർക്ക് അതിനുള്ള കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് പോകുവാൻ സാധിക്കാത്തതുകൊണ്ട് അവരെ ഈ പ്രോഗ്രാമിൽ പല പ്രോഗ്രാമും കാരൽ സിംഗിങ്ങും ഉൾപ്പെടെ ഉള്ള പല പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ യൂത്ത് മെമ്പേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളിലുമുള്ള സപ്പോർട്ടിൽ അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും അവരെ ആത്മാർത്ഥമായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ നടത്തിപ്പിനുള്ള സഹകരണവും ഒത്താശയും നമ്മുടെ ട്രസ്റ്റി, മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, മറ്റ് ഭാരവാഹികൾ എന്നിവരുടെ സഹകരണത്തോടു കൂടിയാണ് ഇതെല്ലാം നടക്കുന്നത്. അവരുടെ സഹകരണത്തിനും ഇതിനു വേണ്ടിയുള്ള സപ്പോർട്ടിനും അവരെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം ലൈവ് സ്ട്രീം ചെയ്യുന്നതും നമ്മുടെ യൂത്ത് മെമ്പേഴ്സാണ്. അവരെ പ്രത്യേകം ഇതിൽ നന്ദി അറിയിക്കുകയും അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് അവർ ചർച്ച് മെമ്പേഴ്സ്, ഈ കത്തീഡ്രൽ മെമ്പേഴ്സ് എല്ലാവരും ഈ കാര്യങ്ങളിൽ വളരെ ആത്മാർത്ഥമായി സഹകരിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ മെമ്പേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയും എല്ലാവർക്കും ശാന്തിയും സമാധാനത്തിൻ്റെയും പ്രതീകമായ ഒരു ക്രിസ്മസ് ആശംസിക്കുകയും ചെയ്യുന്നു. Wish you all a Merry Christmas and a Happy New Year 2021. Thank you. Now we have a special little surprise for all of us. Someone whom all of us love so dearly is here to convey a special wish for this year's Christmas. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ കർത്താവിൽ പ്രിയരായ ഹൈദരാബാദ് സെയിൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവക വികാരി വന്ദനായ ലിജോ ജോസഫ് അച്ഛൻ, ഇടവകയുടെ ട്രസ്റ്റി ശ്രീമാൻ ജോർജ് തോമസ്, ഇടവകയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട പി കെ കുര്യൻ, ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ആധ്യാത്മിക സംഘടനാ പ്രവർത്തകരെ, ഇടവക ജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവർഷത്തിൻ്റെയും ആശംസകളും പ്രാർത്ഥനകളും ഞാൻ നേരുകയാണ്. ക്രിസ്തുമസിൻ്റെ സന്ദേശം സമാധാനമാണ്. പീസ് ഈസ് ദ മെസ്സേജ് ഓഫ് ക്രിസ്മസ്. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, നാം വളരെ അസമാധാനത്തിലാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത്. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മുടെ ജീവിതങ്ങളിൽ വളരെയധികം ആകാംക്ഷകളും അശാന്തിയും ഒക്കെ നാം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്മസ് നൽകുന്ന സന്ദേശം എന്താണ്? ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ അത് സമാധാനത്തിൻ്റെ സന്ദേശമാണ്. എന്താണ് സമാധാനം? ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദി ആബ്സെൻസ് ഓഫ് ട്രബിൾസ്, ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ അവർ ലൈഫ്സ്, ബിക്കോസ് ഹീ ഈസ് ദ പ്രിൻസ് ഓഫ് പീസ്. യേശു തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക, യേശു തമ്പുരാൻ നമ്മുടെ കുടുംബങ്ങളിൽ ജനിക്കുക, യേശു തമ്പുരാൻ നമ്മുടെ ഇടവകയിൽ ഉണ്ടാവുക, യേശു തമ്പുരാൻ നമ്മുടെ ജീവിതത്തോടെ ചേർന്ന് നിൽക്കുക. ഇവിടെയാണ് നമുക്ക് സമാധാനം അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. അതിനുവേണ്ടിയാണ് യേശു തമ്പുരാൻ അല്ലെങ്കിൽ ദൈവം ഇമ്മാനുവേലായത്. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, ഗോഡ് ഈസ് വിത്ത് അസ്. ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇനി എന്താണ് നാം ചെയ്യേണ്ടത്? നാം ദൈവത്തോട് കൂടെയാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നാം ഇപ്പോൾ ദൈവത്തോട് കൂടെയല്ലേ? ദൈവം ഓംനി പ്രസന്റ് ആണ്, ദൈവം എല്ലായിടത്തും ഉള്ളവനാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തോട് കൂടെയാകുവാൻ നാം മനസ്സുകൊണ്ട്, ആത്മാവ് കൊണ്ട്, ശരീരം കൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ളതാണ്. ഒരുപക്ഷേ ഈ ലോകത്തിൻ്റെ ഈ പാൻഡമിക് സിറ്റുവേഷനിലും ലോകം തന്നെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ളതാണ്. നാം ഇന്ന് മറ്റ് പലതിനെക്കുറിച്ചും പലതും നമുക്ക് ശാന്തിയും സമാധാനവും നൽകും എന്ന് നാം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും ഈ മഹാമാരിയുടെ കോവിഡ്-19 ഒരു വാക്സിൻ, ഒരു മെഡിസിൻ കണ്ടുപിടിക്കുവാനായിട്ട് ലോകം മുഴുവൻ ആഗ്രഹിക്കുകയാണ്. ഒരു പരിധിവരെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നു.
എന്നാൽ അത് എഫക്റ്റീവ് ആകുമോ എന്നുള്ള ആകാംക്ഷ വീണ്ടും നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഒരു വശത്തുകൂടെ നമ്മുടെ ജീവിതത്തിൽ, ലോകത്തിൽ നടന്നുകൊള്ളട്ടെ. എന്നാൽ ഇതിനൊക്കെ പൂർത്തീകരണം ഉണ്ടാകുന്നത് നാം ക്രിസ്തുവിലായി തീർന്ന് ക്രിസ്തുവും നാമും ഏകയോജ്യമായി നിൽക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സഭാജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ നമുക്ക് ശാന്തി ഉണ്ടാവുക. അതുകൊണ്ട് ഈ ക്രിസ്മസ് നമുക്ക് യേശു തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ, യേശു തമ്പുരാൻ നമ്മുടെ കുടുംബത്തിൽ വസിക്കുവാൻ, യേശു തമ്പുരാൻ നമ്മുടെ പള്ളിയിൽ വസിക്കുവാൻ, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും യേശുവിനോട് ചേർന്ന് നിന്ന് ആ ശാന്തിയും സമാധാനം അനുഭവിക്കുവാൻ മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞു പോകുന്ന വർഷം നമുക്ക് അത്ര ശുഭകരമായിരുന്നില്ല. ധാരാളം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ടായി. എന്നാൽ മറുവശത്ത് ബ്ലെസ്സിങ്സ് ഇൻ ഡിസ്ഗ്രേസ് എന്ന് പറയുന്നത് പോലെ ധാരാളം നന്മകളും നാം അനുഭവിച്ചു. ജീവിതത്തിന് പുതിയ ദർശനങ്ങളുണ്ടായി, പുതിയ വിഷൻസ് ഉണ്ടായി. ഒരുപക്ഷെ ഇനി ലോകം അങ്ങനെയാകാം സഞ്ചരിക്കുവാനായിട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും സുഖങ്ങളിലും ഒക്കെ കൂടെ ഇരുന്നവനായ ദൈവം പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോഴും നമ്മോട് കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വർഷം എന്ന വാക്കിന് മഴ എന്നുകൂടെ അർത്ഥമുണ്ട്. പുതിയ ഒരു മഴയായി, പുതിയ ഒരു ജീവജലത്തിൻ്റെ നദിയായി ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും ആശംസകൾ നേരുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ഭവനങ്ങളിലിരുന്നായിരിക്കാം ഈ ക്രിസ്മസിൻ്റെ ശുശ്രൂഷകളിൽ നമുക്ക് സംബന്ധിക്കുവാനായിട്ട് കഴിയുന്നത്. ആഘോഷത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷം, ഏറ്റവും വലിയ സെലിബ്രേഷൻ എന്ന് പറയുന്നത് യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ ആണെന്നാണ് സഭാപിതാക്കന്മാർ പറയുന്നത്. ഫിസിക്കലി നമുക്ക് ദേവാലയത്തിൽ വരുവാനായിട്ട് കഴിയുകയില്ലായിരിക്കാം. എങ്കിലും ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷകളിലൊക്കെ നാം ആത്മീകമായി, മാനസികമായി പങ്കെടുക്കുകയും അങ്ങനെ വലിയൊരു സെലിബ്രേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. ഇനിയുള്ള ദിവസങ്ങളിലും നോമ്പ് ഭക്തിയോടുകൂടി അനുഷ്ഠിക്കുവാൻ ഇടയാകട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. Tirumeni, thank you so much for the wishes. Wishing you too a very wonderful Christmas from all of us here in Hyderabad. ലോകമെമ്പാടും ക്രിസ്മസ് ട്രീകളിലോ സ്റ്റാറുകളിലോ കേക്കുകളിലോ മാത്രം ഒതുങ്ങാറില്ല. പ്രാർത്ഥനകളും ഗാനങ്ങളും സ്നേഹവും നന്മയും കൊണ്ടാണ് ഒരു ക്രിസ്മസ് പൂർണ്ണമാകുന്നത്. അന്ന് രാവിലെ ബത്ലഹേമിൽ ഒരു താരം ഉദിച്ചു. വാനത്തിൽ മാലാഖമാർ ഗ്ലോറിയ ഗീതങ്ങൾ പാടി. അടുത്തതായി MGOCSM OCYM ക്രിസ്മസിൻ്റെ നന്മ പകരുവാൻ ഒരു ഗാനം ആലപിക്കുന്നതാണ്. ദാനം
നന്മ പാട്ടുകളിൽ പകർന്നു തന്നതിന് നന്ദി MGOCism OCYM. During this unprecedented time, all our spiritual needs have been very well taken care by our very beloved Vicar, Reverend Father Lijo Joseph. Next, we have the shepherd of our parish giving us the presidential address for the evening. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസികളുടെ സമൂഹമേ, ഒരു വെർച്വൽ ക്രിസ്മസ് സന്ധ്യയുടെ ധന്യ നിമിഷത്തിലാണ് നാം ഓരോരുത്തരും ഇന്ന്. ഇങ്ങനെയൊരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ പിന്നിൽ വളരെയേറെ അധ്വാനമുണ്ടായിരുന്നു. ഇതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, യുവജന പ്രസ്ഥാന അംഗങ്ങൾ, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ അധ്യാപകർ, മാർത്തോമാ സമാജം അംഗങ്ങൾ, ഇത് കോർഡിനേറ്റ് ചെയ്തവർ എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ആദ്യമേ തന്നെ അറിയിക്കുന്നു. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായ ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാൾ ആഘോഷിക്കുവാനായിട്ട് നാം ഒരുങ്ങുന്ന ഒരു സമയമാണല്ലോ ഇത്. ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ആശംസകളും ആരാധനകളുമെല്ലാം ഇവിടെ ഒത്തുചേരുന്നു. അങ്ങനെ ഒരു ആഘോഷത്തിൻ്റെ ഉത്സാഹത്തിലാണ് നാം ഓരോരുത്തരും. എന്നാൽ 2020 ക്രിസ്മസ് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ര ആഘോഷത്തോടുകൂടെ നടത്തുവാനായിട്ട് നമുക്കിന്ന് സാധിക്കുന്നില്ല. നാം ഒന്ന് യഥാർത്ഥമായി ചിന്തിച്ച് നോക്കിയാൽ, ലളിതമായി ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് വേദപുസ്തകം വരച്ചു കാട്ടുന്നത്. ആ ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിൻ്റെ ഓർമ്മ നാം പുതുക്കുമ്പോൾ അവിടെ ആഘോഷങ്ങളോ ആർഭാടങ്ങളോ ഒന്നുമല്ല പ്രധാനം, മറിച്ച് ക്രിസ്തുവിനെ അനുകരിക്കുക, ക്രിസ്തുവിൻ്റെ പാതകളെ പിൻപറ്റുക, ദൈവത്തെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. മനുഷ്യരെ ദൈവികരാക്കുവാനായിട്ട് ദൈവം മനുഷ്യനായിട്ട് പിറന്നു. God became man so that man become God. ദൈവികരാക്കുവാനായിട്ടാണ് ദൈവം മനുഷ്യനായി പിറന്നത്. നമ്മുടെയൊക്കെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നതും ഈ ദൈവികരായി തീരുക എന്നുള്ളതാണ്. ദൈവികരാക്കുവാൻ തക്കവണ്ണമുള്ള ജീവിതശൈലി നാം രൂപപ്പെടുത്തുക. അപ്പോൾ അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ സത്ത എന്ന് പറയുന്നതും ദൈവികരായി തീരുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കുകയില്ല എന്ന് യേശുതമ്പുരാൻ അരുളി ചെയ്തു. ഞാനോ ലോകാവസാനത്തോളം എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കും, നിങ്ങളെ ഞാൻ ഒരിക്കലും അനാഥരായിട്ട് വിടുകയില്ല എന്ന വാഗ്ദാനം യേശുതമ്പുരാൻ നമുക്കായി നൽകി. ഇമ്മാനുവേൽ എന്നാണ് അവൻ്റെ നാമം. ഇമ്മാനുവേൽ എന്ന നാമത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ദൈവം നമ്മോട് കൂടെ എന്നുള്ളതാണ്. ദൈവം നമ്മോട് കൂടെ വസിക്കുന്നവനാണ്. നമ്മുടെ ഇടയിൽ നമുക്ക് വേണ്ടി അവൻ ജീവിച്ചു, ദൈവത്തെ പോലെ നമ്മെ ആക്കി തീർക്കുവാനായിട്ട്. അതുകൊണ്ട് ഏത് പ്രതിസന്ധികളിലും ഏത് പ്രലോഭനങ്ങളിലും ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് അങ്ങനെ ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യമുള്ളവർ ഒരിക്കലും തളരുകയോ വീഴുകയോ ഒന്നും ചെയ്യുകയില്ല. ക്രിസ്തു നമ്മോടൊപ്പവും നമ്മുടെ ഉള്ളിലും വസിക്കുമ്പോൾ ആകുലതകളും ആശങ്കകളുമൊക്കെ ആസ്ഥാനത്താണ്. പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ നേരിടേണ്ടി വരുമ്പോഴും സമചിത്തതയോടുകൂടെ അത് കൈകാര്യം ചെയ്യുവാനായിട്ടുള്ള ആ ഒരു ദൈവാശ്രയവും ദൈവികമായുള്ള ശക്തിയും നമുക്ക് ലഭിക്കും. ജനന പെരുന്നാളും അതിനോട് അനുബന്ധിച്ചുള്ള നോമ്പും ആരാധനയും പ്രത്യേക ശുശ്രൂഷകളും ആഘോഷങ്ങളുമെല്ലാം നമുക്കൊരു പുത്തൻ ഉണർവും ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവവും ഒക്കെ ലഭിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അത്
നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റുവാങ്ങുവാൻ കഴിയട്ടെ. ക്രിസ്മസ് വാഗ്ദാനം ചെയ്യുന്നതായ മഹാസന്തോഷം അത് ഹൃദയതലത്തിൽ അനുഭവവേദ്യമാകുന്ന ഒന്നായി തീരുവാൻ ഇടയായി തീരണം. ക്രിസ്തുവിൻ്റെ ജനനം മൂലം അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും, മരണത്തിൽ നിന്നും ജീവനിലേക്കുമുള്ള വീണ്ടെടുപ്പാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചത്. അപ്പോൾ ജനനപ്പെരുന്നാൾ എന്ന് പറയുന്നത് അത് ദൈവമഹത്വത്തിൻ്റെ ഒരു വെളിപ്പെടലാണ്. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്കാണ് സമാധാനമെന്ന് മാലാഖ അരുളി ചെയ്തത്. അപ്പോൾ സമാധാനം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കണം. ദൈവം നമ്മിൽ പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ ദൈവഹിതത്തിനനുസരിച്ച് നാം ജീവിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം പാലിക്കണം. ദൈവത്തിൽ വിശ്വസ്തരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവപ്രസാദം ഉണ്ടാവുകയുള്ളൂ. കന്യക മറിയാമിനും ആ ദൈവപ്രസാദമാണ് ലഭിച്ചത്. ദൈവത്തെ വഹിക്കുവാനായിട്ടുള്ള വലിയൊരു ഭാഗ്യം കന്യക മറിയാമിനും ലഭിച്ചു എന്ന് നമുക്കറിയാം. അപ്പോൾ ദൈവപ്രസാദമുള്ളവരിലാണ് ദൈവം ഇറങ്ങി വസിക്കുന്നത്. ബേത്ലഹേമിൻ്റെ അനുഭവം പങ്കിട്ടവരൊക്കെ വന്ന വഴിയെ ഉപേക്ഷിച്ച് അവർ വേറെ വഴിയായിട്ട് മടങ്ങിപ്പോയി. ഇതുവരെ അവർ കടന്നു വന്ന വഴികളെയൊക്കെ അവർ ഉപേക്ഷിക്കുകയാണ്. ഈ ക്രിസ്മസ് നാം ആഘോഷിക്കുമ്പോഴും നാം വന്ന വഴികളിലൊക്കെ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ഉപേക്ഷിക്കുവാനും മാറ്റുവാനായിട്ടും ഒരു പുതിയ വഴിയെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. നന്മയുടെ പുതുവഴി തിരഞ്ഞെടുക്കുവാനായിട്ട് നാം ശ്രദ്ധിക്കണം. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ നമുക്ക് നന്മയെ കണ്ടെത്തുവാനായിട്ട്, നന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കുവാനായിട്ടുള്ള മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം ലോകത്തിന് വാഗ്ദാനം ചെയ്തതായ ഈ വലിയ സന്തോഷത്തിൻ്റെ അനുഭവം ക്രിസ്മസിലൂടെ നാം പങ്കിടുമ്പോൾ ഈ ക്രിസ്തുമസിൽ ക്രിസ്തു മിസ്സായി പോകാതെ അത് വലിയൊരു ജീവിത അനുഭവമായി മാറി തീരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടിയാണ് ഈ ലോകത്തിൽ അവൻ ജനിച്ചത്. തൻ്റെ മഹിമയെല്ലാം വെടിഞ്ഞ് ദാസനെ പോലെ, ഒരു നിസാരനെ പോലെ ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ കാലിത്തൊഴുത്തിൻ്റെ ലാളിത്യത്തിൽ അവൻ ജനിച്ചത് നമുക്ക് വേണ്ടിയാണ്. നമ്മെ ദൈവികരാക്കുവാനായിട്ടാണ്, നമ്മെ രൂപാന്തരപ്പെടുത്തുവാനായിട്ടാണ്. അപ്പോൾ അവൻ്റെ ജനനം നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ തിരുപ്പിറവി എന്ന് പറയുന്നത് നമ്മിൽ ഒരു പിറവി പ്രതീക്ഷിക്കുന്നു. അത് കേവലം ആഘോഷങ്ങളും ആർഭാടങ്ങളും മാത്രമല്ല. അത് ക്രിസ്തുവിനെ നാം സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്നതായ ഒരു രൂപാന്തരത്തിൻ്റെ പിറവിയാണ്. അപ്പോൾ ക്രിസ്തുമസ് നാം ആഘോഷിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നമ്മെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട്, നമ്മുടെ ഉള്ളിൽ ഇറങ്ങി വസിച്ച് നമ്മളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട്, നമ്മുടെ ഉള്ളിൽ പിറന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവിന് ജനിക്കുവാനായിട്ട് ഒരു ഇടം അന്വേഷിച്ച് കന്യക മറിയാവും യൗസേപ്പും നടന്നപ്പോൾ സത്രക്കാരൻ്റെ അടുക്കലെത്തി സത്രക്കാരനോട് ഇടം അന്വേഷിച്ചപ്പോൾ അവൻ അവിടെ ഇടമില്ല എന്ന് പറഞ്ഞ് അവരെ പുറന്തള്ളുകയാണ്. അവരെ അവിടെ നിന്നും പറഞ്ഞേക്കുകയാണ്. ക്രിസ്തു നമ്മുടെയൊക്കെയും ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് വെമ്പൽ കൊള്ളുകയാണ്. നമ്മുടെ ഒക്കെയും ജീവിതവാതിലുകളിൽ വന്ന് അവൻ മുട്ടുകയാണ്. അവിടെയൊക്കെ നാം അവനെ പുറന്തള്ളുകയാണോ ഉപേക്ഷിക്കുകയാണോ എന്ന് നാം ചിന്തിക്കുക. ക്രിസ്തുവിനെ നമ്മുടെ ഭവനങ്ങളിലേക്കും നമ്മുടെ ജീവിതങ്ങളിലേക്കും ഒക്കെ നാം സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു രൂപാന്തരം ഉണ്ടാകും. ക്രിസ്തുവിന് ജനിക്കുവാനായിട്ട് ഒരു ഇടം ഒരുക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ദേവാലയങ്ങളിലും ഒക്കെ ക്രിസ്തു ജനിക്കുവാനായിട്ടുള്ള ഇടങ്ങളായി നമ്മുടെ ഇടങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും
എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you so much, Achin, for your unrelenting endeavors to keep us all going and for that wonderful message. Did you ever wonder who are the most excited, curious, and energetic during Christmas? No prizes for guessing. The little beings that dot most of our homes. The children and the young teens. World may have stopped during this pandemic time. Work may have stopped, classes may have stopped, but there is no stopping the Sunday school folks from our parish. Next up, we have Sunday school kids, and they are going to make you smile, wonder, and feel good that something never change. They always keep us happy. My dear Achan, parents and dear friends, a hearty welcome to all of you. We are here to present a short skit. Do you want to know the name of the skit? Life is precious. Amulyamana ee jeevitham. Shall I begin the skit by quoting the famous lockdown dialogue? Oh, you got it wrong. It's not stay home, stay safe. It's something different. My friend Zona will tell you. From Monday to Saturday, we have been constantly listening to the dialogues. Mute your audio. Yes, you may please mute your audio for better audibility. Papa, 8 മണിയായി. ഓഫീസ് ടൈം തീരുന്നില്ലേ? ഇല്ല മോനെ, ഈ കൊറോണ പാൻഡമിക് വന്ന പിന്നെ ഓഫീസ് ടൈം തീരുന്നില്ല. പണ്ടൊക്കെ പപ്പ ഓഫീസിൽ നിന്ന് വന്ന് എന്റെ കൂടെ കളിക്കുവായിരുന്നു. ഇപ്പം ഒന്നിനും സമയമില്ല. മോനെ, ഞാൻ പറഞ്ഞില്ലേ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ. കുറെ വർക്ക് തീർക്കാറുണ്ട്. ഈ ഫോൺ എടുത്ത് കളിച്ചോ. അയ്യോ, സമയം 14 മണി ആയല്ലോ. മോന് പാവം ഉറങ്ങിപ്പോയി. Mama, can you read the story for me, please? മോനെ, ഇയർ എൻഡിങ് ആണ്. I have to complete this work. എത്ര വർക്ക് ഉണ്ടെന്ന് അറിയാമോ? മോൻ പോയി ഫോൺ വെച്ച് കളിച്ചോ. മമ്മി പിന്നെ വന്ന് സ്റ്റോറി വായിച്ചു തരാം. അന്ന് ഞാൻ പുറത്തു പോയി കളിച്ചോട്ടെ. അയ്യോ, എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പുറത്തെല്ലാം കൊറോണയാണ്. നമ്മുടെ അടുത്ത അപ്പാർട്ട്മെന്റ് വരെ എത്തി. ദാ ഈ ഫോൺ വെച്ച് ഇവിടെ ഇരുന്ന് കളിച്ചാൽ മതി. ഓ, എന്തോ ഒരു കഷ്ടം. എന്ത് പറഞ്ഞാലും കൊറോണ 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 മാത്രം. ഇത് കേട്ട് കേട്ട് മടുത്തു. ആരെയും കാണാൻ പറ്റത്തില്ല, ഒരു ഫ്രണ്ട്സും ഇല്ല, ആകെ ഒരു ഓൺലൈൻ ക്ലാസ്സസ് മാത്രം. മമ്മ, when will I meet my friends? അമ്മക്ക് ഇത്ര രാവിലെ ചാരൊക്കെ കൊടുത്ത് ഇങ്ങോട്ട് പോവാ. മോൻ ഇനി ക്രിസ്മസ് അല്ലേ, ഓൺലൈനിൽ കുർബാന കാണാം. മോൻ എനിക്ക് വേണ്ടി ആ ലാപ്ടോപ്പ് ഒന്ന് ഓൺ ചെയ്ത് തന്നെ. ഓൺലൈനിൽ ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂർ അരമനെ കുർബാനയും കണ്ടു, പരുമല പള്ളിയിലെ പെരുന്നാളും കണ്ടു. ഇതൊക്കെ കാണാൻ പറ്റുന്ന കൊണ്ട് ദൈവത്തിന് സ്തോത്രം. മോന് പോയി എല്ലാരും വിളിച്ചോണ്ട് വന്നേ. പപ്പയും മമ്മിയും വിളിച്ചോണ്ട് വാ. പപ്പ, മമ്മി, ക്രിസ്മസ് കുർബാന തുടങ്ങാനായി. അമ്മച്ചി കണ്ടു, ഞങ്ങൾ വന്നോളാം. Yeah, parents, don't you think that you are being a bit over dedicated to your office than your own family? Why don't you set a boundary between your personal life and your professional life? Why don't we have some quality family time just as we used to have before the pandemic? Don't you realize how the pandemic is affecting us mentally just as it has affected you? രാവിലെ മുതൽ രാത്രി വരെ ഈ ലാപ്ടോപ്പിന് മുമ്പിൽ ഉറക്കമില്ലാതെ BPM ഷുഗർ ചെയ്യാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? എന്നാലും മോൻ പറഞ്ഞത് തന്നെയാണ് ശരി.
ഞാൻ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇനി മുതൽ എല്ലാ കാര്യത്തിനും സമയം കണ്ടെത്തണം. അമ്മേ, ഓൺലൈൻ സർവീസ് തുടങ്ങാനായോ? ഇന്ന് പരുമലയിലാണോ ബാംഗ്ലൂർ അർമലയിലെ കുർബാനയാണോ കാണുന്നത്? എല്ലാരും ഡ്രസ് മാറി റെഡിയായി വന്നേ. ഒരു ഡിസിപ്ലിൻഡ് ആൻഡ് പ്രേയർഫുൾ ലൈഫ് ആണ് ഏറ്റവും ആവശ്യം. മോനെ, നീ പറഞ്ഞതാണ് ശരി. കൊറോണ ഷുഡ് നോട്ട് അഫക്റ്റ് us in any ways. Yes, family is more important. Let us try to find time for everything. Let us mend our ways. Change not from tomorrow, but from today. Let us look at the brighter side of the pandemic. We could be together with all of our family members. Let us remember that life is precious. Let us spend quality time with each other. Amulyamana ee jeevitham. So let us not brood over the pandemic and enjoy these days of togetherness. എല്ലാവർക്കും ഇഷ്ടമായോ? ആണെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് കൈയടിച്ച് താങ്ക് യു എവ്രിവൺ, വി ലവ് യു ഓൾ. So I conclude by saying stay home, stay safe and stay happy. Happy Christmas to all of you. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. Did we not tell you, some things are meant to be good. They remain good. On days like these, they seem to the best thing to happen. Sometimes it's very important for us not to stop feeling good. Let us sit back and enjoy one more lovely presentation from the Sunday school kids. Sit back and enjoy. Dashing through the snow in a one-horse open sleigh, o'er the fields we go, laughing all the way. Bells on bobtail ring, making spirits bright. What fun it is to ride and sing a sleighing song tonight! Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh! Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Now the ground is white, go it while you're young. Take the girls tonight, sing a sleighing song. Get a bobtail babe, 244 in speed, and hitch him to an open sleigh, and you will take the lead. Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Oh, what fun it is to ride in a one-horse open sleigh. 8 മാസം പുറം ലോകം കാണാതെയും കേൾക്കാതെയും ഈ 2020 അതിജീവിക്കുന്ന ഒരു കൂട്ടരാണ് നമ്മളുടെ കുട്ടികൾ. ഈ ക്രിസ്മസ് ഓർമ്മകൾ എന്നേക്കും ജീവിക്കാൻ നമ്മുടെ കുട്ടികൾ നമുക്ക് സമർപ്പിച്ച ഈ പ്രോഗ്രാമിനോടും ഈ കുട്ടികളോടും ഇതിന് ശ്രമിച്ച മാതാപിതാക്കളോടും സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോടും 1000 നന്ദി. Every Christmas comes and we all try to be better versions of ours from last year. We all think how we can do things in a different way, live our lives in a better way, and to guide us, lead us, and share some insights. We have our spiritual fathers, so next we have Reverend Father Santosh Samuel, our diocesan secretary, to share his views and give us a message for Christmas. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ക്രിസ്മസ് സന്ധ്യയിൽ എല്ലായിടത്തും മുഴങ്ങിക്കേൾക്കുന്ന മാലാഖമാരുടെ സംഗീതം. ഈ സംഗീതത്തിൻ്റെ ഓർമ്മയുണർത്തുവാൻ ഹൈദരാബാദ് സെൻറ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് ലഭിച്ചതായ ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുവാൻ തക്കവണ്ണം ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി പിറന്ന
ദൈവപുത്രൻ്റെ തിരുജന്മ സ്മരണം ഉണർത്തുന്ന ഈ ക്രിസ്മസ് ദിനം നമുക്കേവർക്കും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിമിഷങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. COVID-19 മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സുഖദുഃഖ സമ്മിശ്രമായ ഒരു വർഷമായിരുന്നു ഈ വർഷം. ഈ കാലയളവ് നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. എവിടെയും നമ്മൾ ചർച്ച ചെയ്യുന്നത് COVID-19 കുറിച്ചാണ്. പ്രത്യേകിച്ച് ഈ COVID-19 കാലഘട്ടത്തിൽ 3 കാര്യങ്ങൾ ഞാനും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഗവൺമെൻറ്റും ആരോഗ്യ പ്രവർത്തകരും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, സാമൂഹ്യ അകലത്തിൻ്റെ കാര്യമാണ്, സോഷ്യൽ ഡിസ്റ്റൻസിങ്. രണ്ടാമത് നാം കാണുന്നത് കൈ വൃത്തിയാക്കുന്നതിനെ കുറിച്ചാണ്, കൈ കഴുകുന്നതിനെ കുറിച്ചുള്ള പാഠങ്ങൾ. മൂന്നാമത് മാസ്ക് ധരിക്കുന്നതിനെ കുറിച്ചാണ്. ഇത് മൂന്നും COVID-19 എന്ന് പറയുന്ന കൊറോണ വൈറസ് പിടിക്കുവാതിരിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സുരക്ഷിതരാക്കുന്ന അതിനു വേണ്ടതായ 3 കാര്യങ്ങളാണ്. ഈ ക്രിസ്മസ് കാലയളവ് പ്രാർത്ഥനയുടെയും നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും വലിയ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ക്രിസ്തീയ ജീവിതത്തിൽ സാമൂഹ്യ അകലം മാറി ക്രിസ്തീയ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുവാൻ ബാഹ്യമായ കഴിവുകളിനേക്കാൾ ഉപരിയായി ആത്മീകമായി പാപക്കറകളെ കഴുകിക്കളഞ്ഞുകൊണ്ട് നിർമ്മല വിശുദ്ധിയോടുകൂടി ജീവിത വിശുദ്ധി പ്രാപിക്കുവാൻ ജീവിതത്തിൽ നാം ധരിച്ചിട്ടുള്ള പലവിധമായ മാസ്കുകളുണ്ട്. ഈ മാസ്കുകൾ അഴിച്ചുവെച്ച് യഥാർത്ഥ ക്രിസ്തീയ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരുക്കുവാൻ തക്കവണ്ണം ഈ ക്രിസ്മസ് നമുക്ക് ഇടയാക്കട്ടെ. ആട്ടിടയന്മാരും വിദ്വാൻമാരും കാലിത്തൊഴുത്തിലെത്തി ഉണ്ണിയേശുവിനെ ദർശിച്ചു. ആ ഒരു ഓർമ്മയുടെ ഭാഗമായി ഞാനും നിങ്ങളും ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നു. നമ്മളും ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. നമ്മെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ആശംസ കാർഡുകൾ കൈമാറുവാനും ക്രിസ്മസിൻ്റെ കേക്കുകൾ പരസ്പരം നൽകുവാനും ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് സ്റ്റാറും ഒക്കെ ഒരുക്കി നമ്മുടെ ഭവനങ്ങൾ അലങ്കൃതമാക്കുവാനും ഞാനും നിങ്ങളും ശ്രമിക്കുന്നു. നമ്മുടെയൊക്കെ ജന്മദിനത്തിൽ നമുക്ക് പലരും പല ഗിഫ്റ്റുമായി കടന്നു വരുന്നു. നമ്മുടെ ബർത്ത്ഡേ വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്നു. എന്നാൽ ഈ ക്രിസ്തുവിൻ്റെ ജന്മദിനത്തിൽ ഈ ക്രിസ്തുവിന് കൊടുക്കുവാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നൊരു ചോദ്യം നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സമ്മാനമായി കൊടുക്കുവാൻ എന്താണ് എൻ്റെ കയ്യിലുള്ളത്? ആട്ടിടയന്മാർ മാലാഖമാരുടെ സ്വരം കേട്ടുകൊണ്ട് അവിടെ എത്തി. വിദ്വാൻമാർ നക്ഷത്രം കണ്ടുകൊണ്ട് അവിടെ എത്തി. നമുക്ക് ആ കാലിത്തൊഴുത്തിൽ നിന്ന് കടന്നു ചെല്ലുവാൻ ജീവിതമാകുന്ന കാഴ്ചകൾ അർപ്പിച്ചുകൊണ്ട് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകണം ഈ ക്രിസ്മസിൽ. ഏവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും അനുഗ്രഹപൂർണമായ ക്രിസ്മസ് ആശംസകൾ അറിയിക്കട്ടെ. പുതിയ വർഷം നമുക്കൊക്കെ പല പ്രതീക്ഷകളുണ്ട്. പ്രതീക്ഷകളുമായി ഞാനും നിങ്ങളും മുന്നേറുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവികമായ ജീവിതത്തെ ഒരുക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർമ്മിക്കുവാനും നന്ദി കരയറ്റുവാനും
പുതിയ ജീവിതം ആ തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ഒരുക്കുവാനും നമുക്കേവർക്കും ഇടയാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം തമ്പുരാൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ. That was a thought-provoking, spirit-inducing and God-loving words by Reverend Father Santosh Samuel. Thank you so much, Acha. Hopefully, we have used this message in our own little way to make our lives better. അടുത്തതായി നമ്മുടെ മർത്തമറിയം സമാജം അംഗങ്ങൾ ഇപ്പോൾ ക്രിസ്മസ് ഗാനങ്ങൾ ആലപിക്കുന്നതാണ്.
പുണ്യമായ നാഥ, കുമ്പിടുന്നു ഞാൻ എൻ്റെ ഉള്ളിലെ പുണ്യമായ നാഥ. ഓ എൻ്റെ സ്നേഹനാഥ, ഓ എൻ്റെ സ്നേഹനാഥ. മഞ്ഞുപെയ്യും ഈ രാവിലെന്റെ നീ ഭാഗ്യതാരമായി, മഞ്ഞിടത്തിലെ മാനവർക്കു നീ സ്നേഹദീപമായി. മഞ്ഞുപെയ്യും ഈ രാവിലെന്റെ നീ ഭാഗ്യദാനമായി, മഞ്ഞിടത്തിലെ മാനവർക്കു നീ സ്നേഹദീപമായി. കൺമണിക്കു നീ പൊൻകണി, മനമുള്ളിലൂറുന്ന തേൻകണി. കൺമണിക്കു നീ പൊൻകണി, മനമുള്ളിലൂറുന്ന തേൻകണി. സ്വന്തമാക്കിയ നെഞ്ചിനുള്ളിലെ പുല്ലുമേഞ്ഞ കൂട്ടിൽ, സ്വന്തമാക്കിയ നെഞ്ചിനുള്ളിലെ പുല്ലുമേഞ്ഞ കൂട്ടിൽ. ഏഴരയിലെ പുൽത്തൊഴുത്തിലെ പുളകമായ നാഥ, കുമ്പിടുന്നു ഞാൻ എൻ്റെ ഉള്ളിലെ പുണ്യമായ നാഥ. ഓ എൻ്റെ സ്നേഹനാഥ, ഓ എൻ്റെ സ്നേഹനാഥ. മോഹമേറും ഈ രാവിലെന്റെ നീ പ്രാണനാഥനായി, മോഹമേറെയും നിന്റെ മുന്നിലെ കാഴ്ചയായി നൽകാൻ. മോഹമേറും ഈ രാവിലെന്റെ നീ പ്രാണനാഥനായി, മോഹമേറെയും നിന്റെ മുന്നിലെ കാഴ്ചയായി നൽകാൻ. കാത്തിരുന്നു ഞാൻ സ്നേഹമേ, കാരുണ്യമേകുന്ന രൂപനേ. കാത്തിരുന്നു ഞാൻ സ്നേഹമേ, കാരുണ്യമേകുന്ന രൂപനേ. മുത്തമേകിയൻ പാരിടത്തിലെ രാജരാജനായി, മുത്തമേകിയൻ പാരിടത്തിലെ രാജരാജനായി. വേലവേലിലെ പുൽത്തൊഴുത്തിലെ പുളകമായ നാഥ, കുമ്പിടുന്നു ഞാൻ എൻ്റെ ഉള്ളിലെ പുണ്യമായ നാഥ. ഓ എൻ്റെ സ്നേഹനാഥ, ഓ എൻ്റെ സ്നേഹനാഥ. സെൻറ് മേരീസ് ലീഗ് മെമ്പേഴ്സിൻ്റെ ഉത്സാഹമാണ് ഒരു ക്രിസ്മസ് പ്രോഗ്രാമിന് ഏറ്റവും കൂടുതൽ ഊർജ്ജം നൽകുന്നത്. അതിന് യാതൊരു സംശയം വേണ്ട. താങ്ക് യു സോ മച്ച് സെൻറ് മേരീസ് ലീഗ്. We have a surprise from our cathedral priest coming up. You are going to love this. സ്തുതി ദൈവത്തിനുവാനിൽ, ധരണിയതിൽ ശാന്തി നല്ലൊരു ശരണം നരലോകർക്കും. യേശുവത്തോ ലാലോഹമറൗമി അല്ലറവോ Shlomo Samaro Lavonei Rosho. ആദാമിനെ സംരക്ഷിപ്പാൻ വന്നൊരു നാളിൽ ശിശുപോൽ ചാടി വചനം നരനുപദേശിച്ച ശിശുപോൽ മോഹത പൂകുന്നു. നിന്നെ പാഴ്ത്തുണയിൽ ഉച്ചത്ത ശ്രേഷ്ഠതയെ താഴ്ത്തി.
യോസേപ്പങ്ങേലാളിപ്പു തായ മറിയാമോദീപ്പു സ്വർഗീയം സൈന്യം താണു ഭൂവാസികളെ പ്രാപിച്ചു ഇറയും ദർശിക്കാത്തൊരു നിന്മാനത്തെ പാരിൽ ദർശിച്ച ശിശുവായോ നീ പുൽക്കൂട്ടിൽ മരുവീടുന്നതു കണ്ടാരേ ബഹുമാന്യതയെ സ്തുതി പാടി പാദം കൂപ്പി കാഹളനാദത്താൽ നിൻ മഹാത്മ്യം ദർശിപ്പാൻ അർഹത നേടിയമർത്യർക്കേകി സൗഭാഗ്യം. Thanks a lot for this sweet surprise, Sachins. That was an angelic rendition. Thank you very much. If you have been impressed by what our Sunday school students have presented earlier, then you have not seen it all. Next, we have a wonderful mix of students merrily singing praises to our Lord, and all stitched together by technology to give us a virtual heavenly choir.
If this is not magical, then what is? Great spectacle that by our Sunday school students. Next up, to continue with the marvelous spirit of Christmas, we have our MGOCSM OCYM lined up with another beautiful Christmas hymn rendition. മണ്ണിന്റെ രാജനായി സ്വലോകനായകൻ വന്നു പിറന്നു ഗോശാലയിൽ താരകം പുതുവാർത്തയുമായി മണ്ണിന്റെ രാജനായി സ്വലോകനായകൻ വന്നു പിറന്നു ഗോശാലയിൽ രാജനെ കണ്ടു
തന്നിൽ ദൈവത്തിൻ സൂനു പിറന്നു. മലനിരകൾ പാടി ആ സ്നേഹഗാനം ഇന്നീരാവിൽ. നീഹാരം ചൂടും ഗോശാല തന്നിൽ ദൈവത്തിൻ സൂനു പിറന്നു. മലനിരകൾ പാടി ആ സ്നേഹഗാനം ഇന്നീരാവിൽ. മോദമായി അതുപടി ഹല്ലേലൂയ ഗാനം. മോദമായി അതുപടി ഹല്ലേലൂയ. മോദമായി അതുപടി ഹല്ലേലൂയ ഗാനം. മോദമായി അതുപടി ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശാന്തമീരാത്രിയിൽ പുൽകി. സ്വർഗീയ ദൂതരമാലാകമാ ശാന്തമീരാത്രിയിൽ പുൽകി. കിന്നരധാരിയമിടയങ്കരങ്ങൾ ശാലേമിൻ രാജനു പാടി. മോദമായി അതുപടി ഹല്ലേലൂയ ഗാനം. മോദമായി അതുപടി ഹല്ലേലൂയ. മോദമായി അതുപടി ഹല്ലേലൂയ ഗാനം. മോദമായി അതുപടി ഹല്ലേലൂയ. വഴിയമ്പലങ്ങളാൽ മാനവരിന്ന് സ്വാഗത തേടുന്നു ദിനവും. വഴിയമ്പലങ്ങളാൽ മാനവരിന്ന് സ്വാഗത തേടുന്നു ദിനവും. പുൽക്കൂടൊരുക്കാൻ ഹൃദയങ്ങളിന്ന് നാഥനു കാഴ്ചയായി നൽകാൻ. നീഹാരം ചൂടും ഗോശാല തന്നിൽ ദൈവത്തിൻ സൂനു പിറന്നു. മലനിരകൾ പാടി ആ സ്നേഹഗാനം ഇന്നീരാവിൽ. മോദമായി അതുപടി ഹല്ലേലൂയ ഗാനം. മോദമായി അതുപടി ഹല്ലേലൂയ. മോദമായി അതുപടി ഹല്ലേലൂയ ഗാനം. മോദമായി അതുപടി ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മോദമായി അതുപടി ഹല്ലേലൂയ ഗാനം. മോദമായി അതുപടി ഹല്ലേലൂയ. We have a special segment next, where we will be taken into an alternate world and times in which we are living. Sit back and enjoy. നമസ്കാരം. ഇന്നത്തെ വേണ്ടാത്ത ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തങ്കപ്പൻ. പ്രധാന വാർത്തകൾ. ക്രിസ്മസ് കേക്ക് അരിഞ്ഞതിന് ഒരു വീട്ടിൽ കലഹം. ഭാര്യ ഭർത്താവിനെ ഒലക്ക വെച്ചടിച്ചു. ക്രിസ്മസ് സ്റ്റാറിന് 5 വാലാന്നോ 6 വാലാന്നോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇന്ന്.
ഹൈദരാബാദിലെ റോഡുകളിൽ മനുഷ്യരെ ഭയന്ന് കൊറോണയുടെ ഒളിച്ചോട്ടം. കല്യാണത്തിന് കിട്ടിയ ഗിഫ്റ്റ് കവറിൽ അട്ടിമറി. ഹൈക്കോടതിയിൽ തീരുമാനം ഇന്ന്. പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളിയേക്കും. രാംനഗർ പഞ്ചായത്തിലെ മീൻ മാർക്കറ്റ് വാർഡിലെ ഒരു ദമ്പതികൾ തമ്മിൽ ഏറ്റുമുട്ടൽ. പ്രശ്നം ക്രിസ്മസ് കേക്ക് കരിഞ്ഞതിനെ തുടർന്ന്. കൂടുതൽ വിശേഷങ്ങളുമായി നമ്മുടെ വാർത്താ പ്രതിനിധി റിയ ചേരുന്നു. റിയ, പറയൂ. റിയ, കേൾക്കാമോ? തലയാട്ടാതെ പറയൂ റിയ, കേൾക്കാമോ? ആരാണ് ഇതിൽ പിന്നിൽ? എപ്പോഴാണ് ഇത് നടന്നത്? പറയൂ റിയ. കേൾക്കാൻ ഇന്ന് രാവിലെ 10:30 കൂടെയാണ് ഈ സംഭവം നടന്നത്. ഓവനിൽ വെച്ച കേക്ക് 20 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു പോയ ഭാര്യ 40 മിനിറ്റ് കഴിഞ്ഞ് കാണുന്നത് ഭർത്താവ് പബ്ജി കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കണ്ട് ഭാര്യ ഓലക്ക എടുത്ത് നൈസായിട്ടൊന്ന് ഭർത്താവിന്റെ തലയിൽ അടിച്ചു. അതോടെ കാര്യങ്ങൾ വഷളായി. റിയ, ഇപ്പൊ കേക്കിന്റെ സ്ഥിതി എന്താണ്? മൊത്തമായിട്ട് കരിഞ്ഞോ അതോ അടിയിൽ മാത്രം കരിഞ്ഞിട്ടേ ഉള്ളൂ? കേക്കിന്റെ അവസ്ഥകൾ പറയൂ റിയ. ലാത്തി ചാർജിന് സാധ്യതകൾ വല്ലമുണ്ടോ റിയ? റിയയ്ക്ക് ഭാര്യയെയോ കേക്കിനെയോ കാണാൻ സാധിച്ചിട്ടുണ്ടോ? പറയൂ റിയ. അവസ്ഥ വളരെ ഗുരുതരമാണ്. 1500 രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഭർത്താവിനെ മർദ്ദിച്ച ഭാര്യ കേക്കിനെ നോക്കി കണ്ണുനീർ വാർക്കുന്നു. ഇത് ക്രിസ്മസിൽ തീരാ ദുഃഖം തന്നെ. പബ്ജി ഇതിന് ഏറെ ചോദ്യങ്ങൾക്ക് മറുപടി തരേണ്ടിയിരിക്കുന്നു. വേണ്ടാത്ത ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ബൈജുവിനൊപ്പം റിയ. നന്ദി റിയ. വേണ്ടാത്ത ന്യൂസിനു വേണ്ടി വേണ്ടാത്തൊരു കേക്കിനെ പറ്റി വാർത്തകൾ എത്തിച്ചതിനും വീണ്ടും നന്ദി. വാർത്തകൾ തുടരുന്നു. ക്രിസ്മസ് സ്റ്റാറിന് 5 വാലാന്നോ 6 വാലാന്നോ എന്ന തർക്കത്തിന് ഇന്ന് ഉത്തരം കിട്ടിയേക്കും. പാർലമെന്റിൽ കൂടിയ അടിയന്തര സമ്മേളനത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടും. ഈ ചർച്ചയിൽ കഴിഞ്ഞ 3 വർഷം കൊണ്ട് പള്ളിയിൽ സ്റ്റാർ ഇട്ട ജേസൺ, 2008 മുതൽ 2014 വരെ സ്റ്റാർ ഇട്ട ലിജോ ജോൺസൺ പങ്കുചേരും എന്ന റിപ്പോർട്ട്. അതിന് തത്സമയ സംരക്ഷണം വേണ്ടാത്ത ന്യൂസിൽ. അടുത്തതായി സ്പെഷ്യൽ പ്രോഗ്രാം വീട് കോവിഡ്. വാർത്തകൾ അതിനുശേഷം തുടരുന്നു. വീട് കോവിഡ്. ഈ ലോകത്തിന് ഇത് എന്തു പറ്റി? ചിലയിടത്ത് റെഡ് സോൺ, ചിലയിടത്ത് ലോക്ക്ഡൗൺ. എന്താണ് ആരും വീട്ടിൽ നിന്നിറങ്ങാത്തത്? സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഈ ലോക്ക്ഡൗൺ. ആരാണ് വീട് വിട്ടിറങ്ങാൻ ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? ഒരു ഹോട്ടൽ ഓണറും വലിയ വില കൊടുക്കേണ്ടി വന്നു. ആ ഹോട്ടൽ ഓണറും തൻ്റെ സഹധർമ്മിണിയും ഈ വീട് കോവിഡ് പ്രോഗ്രാമിൽ എന്നവരുടെ രോദനം പങ്കുവയ്ക്കുന്നു. ആദ്യമായി മനസ്സിലെ നൊമ്പരം പങ്കുവെച്ചുകൊണ്ട് ഹോട്ടൽ ഉടമസ്ഥൻ. ഞാനൊരു ഹോട്ടൽ ഉടമസ്ഥനായിരുന്നു. നല്ല രീതിയിൽ പ്രോഫിറ്റ് പോകുന്ന ഒരു സ്ഥാപനമായിരുന്നു. ഈ വർഷം ഞാൻ 25 ലക്ഷം രൂപ മുടക്കി അത് റിനോവേറ്റ് ചെയ്തായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, കൊറോണ വന്ന് എല്ലാം നശിച്ചു. എൻ്റെ ഒരു സ്റ്റാഫിനും കൊറോണ വന്ന് അത് മൊത്തം പകർന്നു. എൻ്റെ ബിസിനസ് എല്ലാം പൊട്ടിപ്പോയി. ഞാനിപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. പട്ടിണിയാണ്. അടുത്തതായി കഷ്ടത്തിലും നഷ്ടത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന ഹോട്ടൽ ഉടമസ്ഥൻ്റെ ഭാര്യ അവരുടെ കാര്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു. ഞാനും എൻ്റെ ഭർത്താവും എല്ലാ ദിവസം പള്ളിയിൽ നേർച്ച ഇടാറുണ്ട്. പള്ളിയിൽ പാർക്കിങ്ങിൽ AC വരെ ഞങ്ങൾ സ്പോൺസർ ചെയ്തു. അതും പോരാതെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ പാത്രവും കൊട്ടി വിളക്കും കത്തിച്ചു. എന്നിട്ടും ഞങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ.
അടുത്തതായി തള്ളിപ്പറയുന്ന കൂട്ടുകാരൻ. എൻ്റെ പേര് ആൻഡപ്പൻ. ഇയാൾ എൻ്റെ കൂട്ടുകാരനാണ്. എനിക്ക് ലാപ്ടോപ്പ് ബിസിനസ്സാണ്. ഈ ഹോട്ടൽ ബിസിനസ്സൊക്കെ ഭയങ്കര റിസ്ക്കാണ്. ഇതൊക്കെ നോക്കിയും കണ്ടും വേണം ചെയ്യാൻ. എന്നെ പോലെ ബുദ്ധി ഉപയോഗിച്ച് ഒരു IT ബിസിനസ്സിൽ ചേരേണ്ടതായിരുന്നു. കോവിഡ് ആയപ്പോഴും ഞങ്ങൾക്ക് വൻ ലാഭമാണ്. ഇവരൊക്കെ പള്ളിയിൽ പൈസ കൊടുത്തെന്ന് പറയുന്നു, പക്ഷെ പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തില്ലെന്ന് അറിയത്തില്ല. എനിക്കിതൊന്നും വിശ്വാസമില്ല. പള്ളി, പട്ടക്കാര്, പാവങ്ങള് ഇതൊക്കെ മനുഷ്യരുണ്ടാക്കിയതാ. പക്ഷെ എൻ്റെ ബിസിനസ് ഇതിലൊക്കെ മേളിൽ. നമുക്ക് വീട് കോവിഡിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ കിട്ടിയ വാർത്ത, ഹൈദരാബാദിൽ വെള്ളപ്പൊക്കം. തോളിച്ചോക്കി 90% മുങ്ങിയിരിക്കുന്നു. നമ്മുടെ റിപ്പോർട്ടർ സുമേഷ് ചേരുന്നു. സുമേഷ് പറയൂ, അവിടെ എന്താണ് അവസ്ഥ? ആത്തങ്കപ്പം ഞാനിപ്പോൾ തോളിച്ചോക്കി ബസ് സ്റ്റാൻഡിലാണ്. 2 ദിവസം തുടർച്ചയായി മഴ കാരണം ഇവിടെ വീട് മൊത്തം വെള്ളത്തിലാണ്. ഒരു ലാപ്ടോപ്പ് സെന്റർ ആൻഡപ്പൻ ലാപ്ടോപ്പ് പൂർണ്ണമായി വെള്ളത്തിലായി. 50 ലക്ഷം നാശനഷ്ടമുണ്ടെന്ന് റിപ്പോർട്ട്. ആൻഡപ്പൻ തൽക്കാലം വീട്ടിലില്ല, അല്ല ഫോൺ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നുമില്ല. രക്ഷാപ്രവർത്തനം തുടരുന്നു. ക്യാമറമാൻ ഹിമേഷിനൊപ്പം സുമേഷ്. പന്നി സുമേഷ്, ക്ഷമിക്കണം, നന്ദി സുമേഷ്. 2020 ദുരന്തങ്ങളുടെ വർഷം. ന്യൂസ് റൗണ്ടപ്പിൽ ചില വാർത്തകൾ. ഒരു കുടുംബം കൊറോണ പേടിച്ച് കൂട്ട ആത്മഹത്യ ചെയ്തു. 4 കല്യാണങ്ങൾ മുടങ്ങി കഴിഞ്ഞ 72 മണിക്കൂറിൽ. കാരണം ജോലിയില്ലായ്മ. വിവാഹമോചന കേസുകൾ കൂടുന്നു. സംസ്ഥാനത്ത് തീരാ ദുഃഖങ്ങൾ. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഒരു നല്ല വാർത്ത പറഞ്ഞിട്ട് വേണം ഈ ബുള്ളറ്റിനൊന്ന് അവസാനിപ്പിക്കാൻ. ഒരു നല്ല വാർത്ത കിട്ടുന്നില്ലല്ലോ. സുമേഷേ, നോക്കിയടാ ഒന്ന് ലൈറ്റ് പറ്റി. ഇത് ബൈബിളല്ലേ? ഇങ്ങനെ എൻ്റെ കൈ വന്നേ. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. Rolling in 5 seconds. 5, 4, 3, 2, 1. വേണ്ടാത്ത ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ക്രിസ്മസ് കാലം വന്നിരിക്കുന്നു. ആശ്വാസവും നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്തൻ ബുള്ളറ്റിൻ അവസാനിപ്പിക്കുന്നു. വീണ്ടും ചില വേണ്ടാത്ത ന്യൂസുമായി അടുത്ത വർഷം നമുക്ക് കാണാം. അതുവരെ മേരി ക്രിസ്മസ്. നന്ദി, നമസ്കാരം. Santo
വർഷത്തെ ക്രിസ്മസ് ഈവിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയേക്കുമാണ്. നന്ദി വാക്ക് അർപ്പിക്കാൻ നമ്മുടെ ഇടവകയിലെ ട്രഷററായ ജോർജ് തോമസ് അങ്കിളിനെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, ഈ ക്രിസ്മസ് ഈവ് പ്രോഗ്രാമിലെ പ്രേക്ഷകരെ ഏവരുമേ, ഈ ആണ്ടിലെ ഈ പ്രത്യേക സാഹചര്യത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തുന്ന ക്രിസ്മസ് ഈവിന് അനുവാദം നൽകിയ നമ്മുടെ പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റിയോടുള്ള നന്ദിയും സ്നേഹവും ആദ്യമായി അറിയിക്കുന്നു. അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും നമ്മുടെ ഇടവ മെത്രാപ്പോലീത്ത അഭിമന്യ സെറാഫിൻ തിരുമേനിയുടെ യഥാസമയമുള്ള വരവും മെസ്സേജും അനുഗ്രഹവും നമ്മെ വളരെയധികം സ്പർശിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അഭിമന്യ തിരുമേനിയുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഈ പ്രോഗ്രാം ഇത്രയും ഭംഗിയായി നടത്തുവാൻ നേതൃത്വം നൽകിയത് നമ്മുടെ വികാരിയായ ബഹുമാനപ്പെട്ട ലിജോ അച്ഛനാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും പ്രോഗ്രാമുകൾക്കും ആദ്യം മുതൽ അവസാനം വരെ നമ്മെ നയിക്കുന്നത് നമ്മുടെ അച്ഛനാണ്. ഇന്നും നല്ലൊരു അധ്യക്ഷ പ്രസംഗം നടത്തി നമ്മെ അനുഗ്രഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ലിജോ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. വളരെ തിരക്കുകൾ ഉണ്ടായിട്ടും സമയം കണ്ടെത്തി നമുക്ക് മെസ്സേജ് നൽകിയത് നമ്മുടെ മുൻ വികാരിയും ഇപ്പോൾ മാർ ഗിരിഗോറിയോസ് ഓത്രോസ് ഹെബ്ബാർ പള്ളിയുടെ വികാരിയും നമ്മുടെ ബാംഗ്ലൂർ ഡയോസസിൻ്റെ സെക്രട്ടറിയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട സന്തോഷ് സാമുവൽ അച്ഛനാണ്. ഇന്നത്തെ സീസണിൽ ചേർന്ന ഒരു നല്ല മെസ്സേജ് നൽകി നമ്മെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട സന്തോഷ് സാമുവൽ അച്ഛനോടുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നമ്മുടെ MGOs യൂത്ത് മെമ്പേഴ്സ് ചുരുങ്ങിയ സമയം കൊണ്ട് വേണ്ട പ്രാക്ടീസ് നടത്തി ഇന്നിവിടെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചതിലുള്ള നന്ദി സ്നേഹവും അവരെ അറിയിച്ചുകൊള്ളുന്നു. സൺഡേ സ്കൂൾ കുട്ടികളെക്കുറിച്ച് പറഞ്ഞാൽ ഈ കോവിഡ് സമയത്ത് വളരെ ചുരുക്കം കുട്ടികൾ മാത്രമേ പള്ളിയിൽ വരുന്നുണ്ടായിരുന്നുള്ളൂ. എങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് സാധിക്കുന്ന എല്ലാ കുട്ടികളും പ്രാക്ടീസ് ചെയ്ത് അവരുടേതായ പ്രോഗ്രാമുകൾ നടത്തി വളരെ ആകർഷകമാക്കി അവരോടുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. എല്ലാ വർഷങ്ങളെയും പോലെ നമ്മുടെ മത്തമറി സമാജാംഗങ്ങളും ഈ പ്രോഗ്രാമിൽ വേണ്ടവിധം പങ്കെടുക്കുവാൻ സാധിച്ചു. കാഴ്ചക്കാരുടെയും കേൾവിക്കാരുടെയും മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നല്ല ഗാനങ്ങൾ പാടി പ്രോഗ്രാമിനെ വിജയിപ്പിച്ചുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാം വളരെ ഭംഗിയായി ആങ്കർ ചെയ്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അവരോടുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. On that thankful note, let us all end this amazing night with a word of prayer by Reverend Father Lijo Joseph. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ നീ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെയും എല്ലാ സമയത്തിലും നിന്റെ ദൈവത്വത്തിന്റെ ചുടനിഴലിൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം ഏവരുടെ മേലും ഇടവകയുടെ മേലും എല്ലാ ഭവനങ്ങളുടെ മേലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള സകലത്തിനു മേലും രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലുമായി കഴിയുന്നവരുടെ മേലും ദൈവമായ കർത്താവെ, ഇന്നേ ദിവസം ഈ ക്രിസ്മസ് ഈവിൻ്റെ പ്രോഗ്രാമിൽ അല്പമായോ അധികമായോ ഇതിൽ അധ്വാനിച്ചിട്ടുള്ളവരുടെ മേലും ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്ന സകല പരേതാത്മാക്കളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. Oh
വർഷം അതിജീവിക്കുന്ന വർഷമാണ്. അടുത്ത വർഷം ക്രിസ്മസിന് നമ്മൾ എല്ലാവരും പള്ളിയിൽ ഒന്നുകൂടി ചേരുവാൻ എല്ലാ ഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യൂത്തിൻ്റെ ഡോർ ടു ഡോർ കാരൽസിനോട് കൂടി നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്രിസ്മസ് പ്രോഗ്രാം അവസാനിപ്പിക്കാം. We wish you all Merry Christmas and Happy New Year. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നീ പേര് വിളിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗബ്രിയേലിന്റെ ദർശനം സാഫല്യമായി, സർവ്വലോകർക്കു നന്മയേകും കാരുണ്യമായി, ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമലും നിറഞ്ഞല്ലോ. സമ്മാനങ്ങൾ രാജാക്കന്മാർ പാടി ദൂരെ നിന്നും സമ്മാനങ്ങൾ രാജാക്കന്മാർ പാടി ജാതിരാജനേ എന്റെ മാർഗ്ഗദീപമേ ജീവധാരയിൽ ചൈതന്യവാദനേ ഉൾക്കൂട്ടിലേ ഉൾപ്പായി കരിവായി ആരതി ഗബ്രിയേലിന്റെ ദർശനം സാഫല്യമായി, സർവ്വലോകർക്കു നന്മയേകും കാരുണ്യമായി, ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമലും നിറഞ്ഞല്ലോ. ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമലും നിറഞ്ഞല്ലോ. മൂവരവർ വിദ്വാൻമാർ തരം കണ്ടല്ലോ, മഞ്ഞടിഞ്ഞ രാവതിൽ യാത്രയായല്ലോ. മൂവരവർ വിദ്വാൻമാർ തരം കണ്ടല്ലോ, മഞ്ഞടിഞ്ഞ രാവതിൽ യാത്രയായല്ലോ. ബെത്ലഹേമിൽ ഒരു കാലികൾ മധ്യേ മാതാവിൻ മടിയിൽ അവർ കണ്ടു രാജനെ. ബെത്ലഹേമിൽ ഒരു കാലികൾ മധ്യേ മാതാവിൻ മടിയിൽ അവർ കണ്ടു രാജനെ. ലലലലല, ലലലലല, പൂങ്കോയിൽ രാവതിൽ മർത്തിനാഥനെ, പൂവിലാവാനിതിൽ പുഞ്ചിരിതൂകി. പൂങ്കോയിൽ രാവതിൽ മർത്തിനാഥനെ, പൂവിലാവാനിതിൽ പുഞ്ചിരിതൂകി. പാലിൽ തൂക്കി വാരി നിന്നിക്കാരങ്ങൾ, അരിമുള്ള കുസുമങ്ങൾ നൃത്തമാടുന്നു. പാലിൽ തൂക്കി വാരി നിന്നിക്കാരങ്ങൾ, അരിമുള്ള കുസുമങ്ങൾ നൃത്തമാടുന്നു. ലലലലല, ലലലലല, മൂവരവർ വിദ്വാൻമാർ തരം കണ്ടല്ലോ, മഞ്ഞടിഞ്ഞ രാവതിൽ യാത്രയായല്ലോ. മൂവരവർ വിദ്വാൻമാർ തരം കണ്ടല്ലോ, മഞ്ഞടിഞ്ഞ രാവതിൽ യാത്രയായല്ലോ. ബെത്ലഹേമിൽ ഒരു കാലികൾ മധ്യേ മാതാവിൻ മടിയിൽ അവർ കണ്ടു രാജനെ. ബെത്ലഹേമിൽ ഒരു കാലികൾ മധ്യേ മാതാവിൻ മടിയിൽ അവർ കണ്ടു രാജനെ. ബേഥേലിൻ പുൽക്കൂട്ടിൽ മഞ്ഞേരാവിൽ പാപിയെ രക്ഷിപ്പാൻ യേശു ജാതനായി. ദേവൻ പിറന്നല്ലോ, ദേവൻ പിറന്നല്ലോ. ബേഥേലിൻ പുൽക്കൂട്ടിൽ മഞ്ഞേരാവിൽ പാപിയെ രക്ഷിപ്പാൻ യേശു ജാതനായി. ദേവൻ പിറന്നല്ലോ, ദേവൻ പിറന്നല്ലോ. രാജാഗണഗീതം കണ്ടുവരഗീതം ശാസ്ത്രീയ വന്നല്ലോ രാജാ
May the